തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പട്ടിക്ക് സമീപമുള്ള കസ്തൂരി രംഗപുരം എന്ന ഗ്രാമം. ആ ഗ്രാമത്തിന് ചുറ്റുമൊക്കെയായി കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അവിടുത്തെ ആളുകൾ പലരും ദിവസവും കാട്ടിലേക്ക് പോയി മുൾച്ചെടികൾ മുറിക്കാറുണ്ട്. 2026 ജനുവരി 5 ഈ മാസം അന്നാണ് ആ ഗ്രാമത്തിൽ നടക്കിയ സംഭവം നടക്കുന്നത്. പതിവ് പോലെ കുറച്ചുപേർ രാവിലെ കാട്ടിലേക്ക് പോയപ്പോൾ കുറച്ചു ദൂരം അകത്ത് കടന്നതോടെ അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഒരു യുവതിയുടെ മൃതദേഹം കാടിനുള്ളിൽ കിടക്കുകയായിരുന്നു. ഇന്നലെ വരെയും അവിടെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ പുലർച്ചെ ആരോ ഇവിടെ വന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കണം എന്ന സംശയം എല്ലാവർക്കും തോന്നി. ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ ഗ്രാമത്തിൽ പടരും. ആളുകൾ മൊബൈൽ ഫോൺ നോക്കാതെ തന്നെ പരസ്പരം ശ്രദ്ധിക്കുന്നവരാണ്. ആരാണ് വരുന്നത്, ആരാണ് പോകുന്നത്, എല്ലാവരും കാണും. കാട്ടിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നുവെന്ന വാർത്ത കേട്ടതോടെ 5 മിനിറ്റിനുള്ളിൽ മുഴുവൻ ഗ്രാമവും അവിടെ ഓടിയെത്തി. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ഭയം, ഇത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണോ? സ്കൂളിലോ കോളേജിലേക്കോ പോയ നമ്മുടെ മകൾക്ക് എന്ത് സംഭവിച്ചു? മൃതദേഹം കണ്ടപ്പോൾ അവർക്ക് വ്യക്തമായത് അവൾ ഏകദേശം 15-16 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഭാഗ്യം കൊണ്ട് അത് അവരുടെ വീട്ടിലെ പെൺകുട്ടി അല്ല എന്നവർക്ക് മനസ്സിലായി. പക്ഷേ അത് ആ ഗ്രാമത്തിലെ ആരുടെയോ ഒരു മകൾ തന്നെയാണ്. ആ ചോദ്യം എല്ലാവരുടെയും മനസ്സിനെയും അലട്ടി. ഈ ആശങ്കയിൽ ചിലർ പോലീസിനെ വിളിച്ചു. പരാതി ലഭിച്ച ഏകദേശം 15 മിനിറ്റിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി. അപ്പോഴത്തേക്കും ആ സ്ഥലം ഒരു ഉത്സവം പോലെ ആളുകൾ നിറഞ്ഞിരുന്നു. പോലീസ് ആദ്യമേ എല്ലാവരോടും പറഞ്ഞു, ദയവ് ചെയ്ത് എല്ലാവരും മാറി നിൽക്കുക, തെളിവ് നശിപ്പിക്കരുത്. ഇത്തരം കേസുകളിലെ ഏറ്റവും വലിയ വെല്ലുവിളി മൃതദേഹത്തിന്റെ തിരിച്ചറിയലാണ്. എന്നാൽ ഇവിടെ പെൺകുട്ടിയുടെ കൈവശം പേഴ്സോ മൊബൈൽ ഫോണോ ഒരു തിരിച്ചറിയൽ രേഖയുമില്ല. ആരാണ് ആദ്യം മൃതദേഹം കണ്ടത് എന്ന് പോലീസ് ചോദിച്ചു. ഈ മുള്ളിച്ചെടി മുറിക്കാൻ വന്ന ആളുകൾ പറഞ്ഞു, സാർ, ഞങ്ങൾ പതിവ് പോലെ ഇന്നിവിടെ വന്നതാണ്. ഇന്നലെയും ഇതേ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ഇവിടെ ആരും ഇല്ലായിരുന്നു. അതായത് മൃതദേഹം ഇവിടെ എത്തിയത് രാത്രിയിലാണ്. ഇവിടെ നിന്നാണ് ഈ രഹസ്യ സംഭവത്തിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷം തെളിവുകളോ സാക്ഷികളോ കണ്ടെത്താനായിട്ടുള്ള ശക്തമായ അന്വേഷണം ആരംഭിച്ചു. ആ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 20 അടി ചുറ്റളവ് വരെ അവർ തിരഞ്ഞു. പക്ഷെ ഒരു ചെറിയ തെളിവ് പോലും അവിടെ നിന്ന് ലഭിച്ചില്ല. അതോടെ ഒരു കാര്യം വ്യക്തമായി, കുറ്റകൃത്യം ചെയ്തവർ പെൺകുട്ടിയുടെ എല്ലാ വസ്തുക്കളും എടുത്ത ശേഷം മാത്രമാണ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. അവളുടെ ഐഡന്റിറ്റി വ്യക്തമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന സംശയം പോലീസിനുണ്ടായി. അടുത്തതായി അവർക്ക് ലഭിച്ചത് വളരെ നിർണായകമായൊരു സൂചനയായിരുന്നു. ഈ ഒരു കൊലപാതകം ഒരാൾ ചെയ്തതാണോ, അല്ലെങ്കിൽ 2-3 പേർ ചെയ്തതാണോ? കൊലപാതകം നടന്നത് ഇവിടെയാണോ, അല്ലെങ്കിൽ മറ്റൊരിടത്ത് കൊലപ്പെടുത്തിയിട്ട മൃതദേഹം ഇവിടെ കൊണ്ടുവന്നതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി പോലീസ് വാഹനങ്ങളുടെ അടയാളം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഈ കാട്ടുപ്രദേശത്ത് കാർ അല്ലെങ്കിൽ ബൈക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. അതിനാൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ കാടിന്റെ അതിർത്തിയിൽ വാഹനം നിർത്തി നടന്നകത്തേക്ക് പോയിരിക്കണം. പോലീസ് ചുറ്റുപാടുകളിലുടനീളം ടയർ മാർക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പോൾ അടുത്തിടെ ഒരേയൊരു ബൈക്ക് മാത്രമാണ് ഇവിടെ എത്തിയതെന്ന് മനസ്സിലായി. ആ ബൈക്കിന്റെ ടയർ അടയാളങ്ങളും അവിടെ വളരെ വ്യക്തമായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് ഈ പെൺകുട്ടിയെ ഒരാൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ആ വ്യക്തി ആരാണ്? അതിനു മുൻപ് ആ പെൺകുട്ടി ആരാണ്? അതറിയണം. ഫോറൻസിക് ടീം അവിടെ എത്തിയിട്ട് അവർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞത് പെൺകുട്ടിയുടെ പ്രായം 18 മുതൽ 20 വയസ്സിനുള്ളിലായിരിക്കാം എന്ന്. അവൾ ബ്ലൗസ് ധരിച്ചിരുന്നു. എന്നാൽ അവളുടെ ദുപ്പട്ട മൃതദേഹത്തിന് കുറച്ച് അകലെ വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. ആ ദുപ്പട്ട പരിശോധിച്ചപ്പോൾ അതുപയോഗിച്ചാണ് അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. കാരണം അവളുടെ കഴുത്തിൽ ഞെരിച്ച പാടുകൾ ഉണ്ടായിരുന്നു. അകത്ത് കഴുത്തെല്ല് പൊട്ടിയിട്ടുമുണ്ട്. അതായത് ദുപ്പട്ട ഉപയോഗിച്ചുള്ള ശ്വാസം മുട്ടിച്ചുള്ള ഒരു കൊലപാതകമാണ്. കൊലപാതകത്തിന് ശേഷം കൊലയാളി ആ ഷോൾ അവിടെ ഉപേക്ഷിച്ചു. ഫോറൻസിക് പരിശോധനയിൽ നിന്നും കുറ്റകൃത്യം നടന്ന രീതി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചു. സാധാരണയായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റകൃത്യം കാണുമ്പോൾ അതെങ്ങനെയായിരിക്കും നടന്നത് എന്ന് മനസ്സിലൊന്ന് പുനഃസൃഷ്ടിക്കും. അതിലൂടെ അവരുടെ നിഗമനം ഇതായിരുന്നു: ഒരു യുവാവും പെൺകുട്ടിയും ഇവിടെ ബൈക്കിൽ എത്തി. ബൈക്ക് നിർത്തിയ ശേഷം ഇരുവരും ഇറങ്ങി കാടിനുള്ളിലേക്ക് നടന്നു. സ്വകാര്യത തേടിയായിരിക്കാം അവരിവിടെ എത്തിയത്, അറിയില്ല. പക്ഷേ ആദ്യമേ കൊലപാതകം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്നത് എന്നും അറിയില്ല. ഇരുവർക്കുമിടയിൽ തർക്കം ഉണ്ടായിട്ടുണ്ടാകാം. ആ തർക്കത്തിനിടെ യുവാവ് ഷോൾ എടുത്ത് പെൺകുട്ടിയുടെ കഴുത്തിൽ കുരുക്കി അവളെ കൊലപ്പെടുത്തി. അതിനുശേഷം അവളുടെ പേഴ്സ്, ആധാർ കാർഡ്, മറ്റ് തിരിച്ചറിയൽ രേഖകളെല്ലാം എടുത്ത് തെളിവുകൾ ഇല്ലാതാക്കി അവൻ ഇവിടെ നിന്നും പോയിരിക്കണം. സാധാരണയായി ശ്വാസം മുട്ടിച്ച് കൊല ചെയ്യുമ്പോൾ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാലടിക്കുക, നിലത്ത് കുത്തി വലിക്കുക, ചുറ്റുമുള്ള മണ്ണിളക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിരോധ അടയാളങ്ങൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം.
അതുകൊണ്ട് പോലീസ് ഉടൻ തന്നെ ആംബുലൻസിനെ വിളിച്ചു. ഡെഡ് ബോഡി തൂത്തുക്കുടി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവിടെ എത്തിച്ചിട്ടും ഉടൻ പോസ്റ്റ്മോർട്ടം നടന്നില്ല. കാരണം കുടുംബത്തിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള സമ്മതം ലഭിക്കുന്നത് വരെയും പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയില്ല. അതേസമയം മൃതദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ കഴിയാതെ പോയാൽ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഒരു സാഹചര്യം പോലീസിനുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യം പോലീസ് പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താനുള്ള ശ്രമം ശക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. 18 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള ആരെങ്കിലും കാണാതായിട്ടുണ്ടോ, അല്ലെങ്കിൽ കാമുകനൊപ്പം വീട്ടിൽ നിന്നും പോയോ, എന്തെങ്കിലും പരാതിയുണ്ടോ, എല്ലാ വിവരങ്ങളും പരിശോധിച്ചു. പോലീസിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഒരു ദിവസം മുൻപാണ് മരിച്ചതെങ്കിൽ അവളുടെ മാതാപിതാക്കൾ ഇപ്പോഴും അവളെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. കസ്തൂരി രംഗപുരത്തിനടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഒരച്ഛനും അമ്മയും തങ്ങളുടെ 19 വയസ്സുള്ള മകൾ രാജേശ്വരി കാണാതായി എന്നൊരു പരാതി നൽകി. രാജേശ്വരി അവളുടെ യഥാർത്ഥ പേരല്ല, നമ്മൾ അവൾക്ക് നൽകിയൊരു പേരാണ്. ജനുവരി 4-ന് കോച്ചിങ് ക്ലാസ്സിലേക്ക് പോയ രാജേശ്വരി വീട്ടിലേക്ക് തിരികെ വന്നില്ല. ജനുവരി 5-നും 6-നും അവൾ വീട്ടിലെത്തിയില്ല. ഭയന്നുപോയ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാജേശ്വരിയുടെ ഫോട്ടോ നൽകി. ആ ഫോട്ടോ പോലീസ് ഡാറ്റാബേസിലെ മൃതദേഹത്തിന്റെ വിവരങ്ങളുമായി പൊരുത്തപ്പെടുത്തിയപ്പോൾ എല്ലാം പൊരുത്തപ്പെട്ടു. അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം, ശരീരഘടന എല്ലാം മാച്ചാണ്. പോലീസിനിപ്പോൾ ഉറപ്പായി ഡെഡ് ബോഡിയുടെ ഐഡന്റിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളെ സമീപിച്ച് പറഞ്ഞു, ഇത് നിങ്ങളുടെ മകളാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല, ദയവായി നിങ്ങളൊന്ന് സ്ഥിരീകരിക്കാമോ എന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യം, ആ സമയത്ത് ഒരു മാതാവിൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മകൾ കാണാതായി, പക്ഷെ പോലീസ് വിളിച്ച് ഡെഡ് ബോഡി കാണിച്ചു തരുന്നു. ഇതെന്താണെന്നറിയാതെ വല്ലാത്ത ആശങ്കയിൽ അവർ അങ്ങോട്ടേക്ക് പോയി. അരുതാത്തതൊന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടി മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കടന്നു. മൃതദേഹം കണ്ട ആ നിമിഷം അച്ഛനും അമ്മയും അവിടെ തന്നെ തകർന്നുപോയി. കരച്ചിലടക്കാനാകാതെ അവർ അവിടെ തന്നെ നിലവിളിച്ചു. എൻ്റെ മകൾ രാജേശ്വരി പഠിച്ചു വലിയ ആളാകുമെന്ന് പറഞ്ഞാണ് കോച്ചിങ് ക്ലാസ്സിലേക്ക് പോയത്. ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? ഈ ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ലായിരുന്നു. അവൻ ആരാണ്? എന്തിനാണ് എൻ്റെ മകളെ ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് എൻ്റെ മകളെ കാട്ടിലേക്ക് കൊണ്ടുപോയത്? ഈ ചോദ്യങ്ങളാണ് രാജേശ്വരിയുടെ മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തിയത്. എൻ്റെ മകൾ ഒറ്റയ്ക്കൊന്നും ആ കാട്ടിലേക്ക് പോകില്ല, ഒരിക്കലും അവൾ ഒരാളുടെ കൂടെ ബൈക്കിൽ കയറി പോയി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളതൊരിക്കലും അംഗീകരിക്കില്ല. ആ മാതാപിതാക്കൾ വ്യക്തമായി പറഞ്ഞു, തമാശയ്ക്കൊന്നും പറയരുത്, നിങ്ങൾ വ്യക്തമായി കണ്ടുപിടിക്കണം. എൻ്റെ മകൾ ഒരു കാരണവശാലും ആ കാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അവൾക്കില്ല. അവരുടെ ഉറച്ച വിശ്വാസം ഇതായിരുന്നു, ആരൊക്കെയോ അവളെ അവിടെ എത്തിച്ചിരിക്കണം, സ്വമേധയാ അവൾ അവിടെ പോയതല്ല എന്ന്. പോലീസ് ഇങ്ങനെ ഓരോ വിവരവും പടിപടിയായി ശേഖരിക്കുമ്പോൾ ഈ കേസ് എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് വ്യക്തമായി. ഒരു ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിലെ കാട്ടിൽ മൃതശരീരമായി കാണപ്പെടുന്നു. ഇതിനു പുറമെ ഒരു യുവാവ് ബൈക്കിലെത്തിയതിൻ്റെ ഒരു സൂചനയുണ്ട്. ഇവയെല്ലാം ചേർന്നപ്പോൾ സംഭവം പുറത്തറിഞ്ഞതോടെ അവളെക്കുറിച്ച് ആളുകൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അത് കുടുംബത്തെ കൂടുതൽ വേദനിപ്പിക്കും എന്നറിഞ്ഞതിനാൽ പോലീസ് തുടക്കത്തിൽ ചില വിവരങ്ങൾ പുറത്തുവിടാതെ സൂക്ഷിച്ചു. അടുത്തതായി പോലീസ് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ അവസാനമായി അവളെ കണ്ടതെന്നാണ് എന്ന്. അതിനവർ പറഞ്ഞു, ജനുവരി മാസം 4-ന് രാവിലെ പതിവ് പോലെ കുളിച്ച് കോച്ചിങ് ക്ലാസ്സിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ് ഭക്ഷണം പാക്ക് ചെയ്തവൾ പോയി. പക്ഷെ വൈകുന്നേരം തിരികെ വന്നില്ല. ഏത് കോച്ചിങ് ക്ലാസ്സാണ്? എവിടെയാണത്? അവൾ എന്താണ് പഠിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിച്ചപ്പോഴാണ് പോലീസ് രാജേശ്വരിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. രാജേശ്വരി വിരുദനഗർ ജില്ലയിലെ രാജപാളയത്തിലാണ് ജനിച്ചതും വളർന്നതും. 19 വയസ്സ് മാത്രം പ്രായം. അച്ഛനും അമ്മയ്ക്കും ഒരേയൊരു മകൾ. പഠനം പൂർത്തിയാക്കിയ ശേഷം അവൾക്കുണ്ടായിരുന്ന ഒരേയൊരു സ്വപ്നം പോലീസ് ഓഫീസർ ആകണം. SI പരിശീലനത്തിനായി നിരവധി കോച്ചിങ് സെന്ററുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. അവയിലൊന്നായ പാറപ്പെട്ടി കോച്ചിങ് സെന്ററിലായിരുന്നു അവൾ ദിവസേന പോയത്. സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നതിനാൽ ചില ദിവസങ്ങളിൽ അവൾ ലേഡീസ് ഹോസ്റ്റലിൽ താമസിച്ചും പഠിച്ചു. ജീവിതം സാധാരണ രീതിയിലാണ് മുന്നോട്ട് പോയത്. ആ കോച്ചിങ് സെന്ററിൽ അവളുടെ കൂടെ പഠിച്ച ചിലരെ ചോദ്യം ചെയ്യുമ്പോഴാണ് 25 വയസ്സുള്ള ഒരു വ്യക്തിയുടെ പേര് പോലീസ് കേൾക്കുന്നത്, രവി. ഈ പെൺകുട്ടിയെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ രവിയോട് ചോദിക്കുമെന്ന് പലരും പറഞ്ഞു. പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി രവി എവിടെയാണെന്ന്. അപ്പോൾ മനസ്സിലായി, രവി കഴിഞ്ഞ 3 ദിവസമായി കോച്ചിങ് സെന്ററിലേക്ക് വന്നിട്ടില്ല. ഇത് സംഭവിച്ച തീയതിയുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. ഇതോടെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി, അന്വേഷണം കുറ്റവാളിയിലേക്കാണ് പതിയെ അടുക്കുന്നത്. രവി ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ തെങ്കാശിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി. ദിവസേന കോച്ചിങ് സെന്ററിലേക്ക് വന്നിരുന്ന രവി അവിടെ തന്നെയുള്ള ബോയ്സ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ അവനെ അന്വേഷിച്ച് പോലീസ് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഒരു സംശയം ഉയർന്നു, രവി ഒളിവിൽ പോയതാണോ? പക്ഷെ ഇതുകൊണ്ട് മാത്രം രവിയാണ് കുറ്റവാളി എന്ന് ഉറപ്പിക്കാൻ പോലീസിനാകില്ല.
കാരണം സംഭവസ്ഥലം ഒരു കാട്ടുപ്രദേശമാണ്. അവിടെ അധികം ആളുകൾ വരാറില്ല. പുലർച്ചെ ചെടിയൊക്കെ പറിക്കാൻ പോകുന്നവരാണ് അവിടെ എത്തുന്നത്. അങ്ങനെയെങ്കിൽ ആ കാട്ടിലേക്ക് ആ ദിവസം ആരൊക്കെ എത്തിയിരുന്നു? അതിനായി പോലീസ് ചെയ്തത് GPS ലൊക്കേഷൻ പരിശോധിച്ചു. ആ പ്രദേശത്തെ മൊബൈൽ ടവർ ഡാറ്റ മുഴുവൻ ശേഖരിച്ചു. ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്നും രാജേശ്വരി ജനുവരി 4 വൈകുന്നേരത്താണ് മരിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ ആ വൈകുന്നേരം ആ കാട്ടുപ്രദേശത്ത് 2 മൊബൈൽ സിഗ്നലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് രാജേശ്വരിയുടേത്, മറ്റൊന്ന് രവിയുടേത്. ഇതോടെ ഒരു സംശയവുമില്ല. ശക്തമായ തെളിവാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചത്. ഈ വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ 3 ദിവസത്തോളം എടുത്തു. അവിടെ ഇനി CCTV ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. കാടുകൾ ചുറ്റിപ്പറ്റിയ ഒരു ഗ്രാമപ്രദേശമാണത്. ആൾക്കൂട്ടമോ അധിക ഗതാഗതമോ ഒന്നും തന്നെയില്ല. അതിനാൽ CCTV ക്യാമറകളും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജേശ്വരിയും രവിയും ആ കാട്ടിലേക്ക് പോയിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നും പോലീസ് ഉറപ്പിച്ചു. ഇനി ഒരേ ഒരു കാര്യം മാത്രം ബാക്കി, രവിയെ പിടികൂടണം. പോലീസ് ഉടൻ തന്നെ തെങ്കാശിയിലേക്ക് പുറപ്പെട്ടു. ആ സമയം രവി തൻ്റെ വീട്ടിലായിരുന്നു. ഭയന്നവൻ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. എന്തിനാണ് കോച്ചിങ്ങിന് പോകാത്തതെന്ന് അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ കുറച്ച് ദിവസത്തെ ലീവ് എടുത്തിരിക്കുകയാണ് എന്നാണ് അവൻ്റെ മറുപടി. പക്ഷേ ഒരാഴ്ചയായി 2 ആഴ്ചയായി അവൻ വീട്ടിൽ തന്നെയാണ്. കാരണം രവിക്ക് നന്നായി അറിയാം പോലീസ് എപ്പോഴെങ്കിലും ഇവിടെ എത്തും, രക്ഷപ്പെടാൻ തനിക്ക് വഴിയില്ല എന്ന്. അവൻ തന്നെ പോലീസ് പരിശീലനം എടുക്കുന്ന ആളല്ലേ. അപ്പോൾ പിന്നെ പോലീസിന്റെ കഴിവ് അവനേക്കാൾ നന്നായി മറ്റാർക്കറിയാം. പോലീസ് വീട്ടിലെത്തിയ ശേഷം അവൻ്റെ മുഖത്തെ ഭയം തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഓടിപ്പോകാനോ ഒളിക്കാനോ ഇനി വഴിയില്ല എന്ന് അവന് മനസ്സിലായി. സാർ, ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വരാം എന്നും പറഞ്ഞ് അവൻ ജീപ്പിലേക്ക് കയറി. സ്റ്റേഷനിലെത്തിയതോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. രവി പറഞ്ഞ വാക്കുകൾ പോലീസിനെ പോലും ഞെട്ടിപ്പിച്ചു. അതെ സാർ, ഞാൻ തന്നെയാണ് അവളെ കൊന്നത്. ഇത് കേട്ടപ്പോൾ പോലീസിന് ഒരു നിമിഷം ആശ്വാസം തോന്നി. ഇത്രയും ദിവസത്തെ പരിശ്രമത്തിന് ശേഷം കുറ്റവാളിയെ കണ്ടെത്തി, കേസ് തീർന്നുവെന്ന്. പക്ഷെ അവിടെയും ചോദ്യം ബാക്കി. എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത്? ഈ കാരണം അറിയാതെ ഈ കേസ് പൂർണ്ണമാകില്ല. എല്ലാം അറിഞ്ഞേ മതിയാകൂ. ഒരു ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം കോടതിയിൽ തെളിവുകളില്ലാതെ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ കഴിയില്ല. ജഡ്ജിക്ക് അവൻ കുറ്റവാളിയാണെന്ന് അറിയാമെങ്കിലും തെളിവില്ലെങ്കിൽ അവനെ വിട്ടയക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണിത് ചെയ്തത്? ഇതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ, അല്ലെങ്കിൽ ആ നിമിഷത്തിൽ സംഭവിച്ചതാണോ എന്ന്. 25 വയസ്സുള്ള രവി രാജേശ്വരിയെ പോലെ തന്നെ പോലീസ് ഓഫീസർ ആകണമെന്നുള്ള സ്വപ്നത്തോടു കൂടി ആ കോച്ചിങ് സെന്ററിലെത്തി. ആദ്യകാലത്ത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു, ഒരുമിച്ചിരുന്ന് പഠിച്ചവർ. അതൊരു കോച്ചിങ് സെന്ററാണ്. ആൺ പെൺ വേർതിരിവില്ല, ആർക്കും എവിടെ വേണമെങ്കിലും ഇരിക്കാം. പഠനം തുടങ്ങുമ്പോൾ അവർ ഒരുമിച്ച് കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചതിന് ശേഷവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരൊരു പതിയെ സൗഹൃദത്തിലേക്ക് വളർന്നത്. സൗഹൃദ ബന്ധം പിന്നീട് പ്രണയമായി മാറി. രാജേശ്വരിക്ക് 19 വയസ്സ്, രവിക്ക് 25 വയസ്സ്. ഇവരുടെ പ്രണയത്തിന് ശേഷമാണ് ജീവിതത്തിലെ പുതിയ ഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. അതൊരു ചെറിയ ഗ്രാമമായതിനാൽ ഈ പൊതുജനങ്ങൾക്ക് അകലെ സൗകര്യപ്രദമായ സ്ഥലം തേടി ബൈക്കിൽ യാത്ര ചെയ്യുമായിരുന്നു. ഒരൊറ്റപ്പെടലിന്റെ അനുഭവം അവർക്ക് ആവശ്യമായി തോന്നി. അവർ പ്രണയത്തിലാകുമ്പോൾ അവർക്കൊരു കാര്യം വ്യക്തമായിരുന്നു, അവർ രണ്ടുപേരും 2 ജാതിയാണ്. പക്ഷേ പ്രണയം അതെല്ലാം മറച്ചു. ഇതിനിടയിൽ ഇടയ്ക്കിടെ രാജേശ്വരി സോഷ്യൽ മീഡിയയിൽ ചെറിയ ഷോർട്ട് വീഡിയോസ്, റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് പ്രശ്നം ആരംഭിച്ചത്. ഈ വീഡിയോസൊക്കെ നോർമലി ചെയ്യുന്ന ലിപ്സിംഗ്, ഡാൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെയല്ല. അവളുടെ മിക്ക വീഡിയോസും അവളുടെ ജാതി അഭിമാനത്തോടുകൂടി പ്രചരിപ്പിക്കുന്ന വീഡിയോസ് ആയിരുന്നു. നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും അല്ല, പകരം ഞാൻ ഈ ജാതിയിൽപ്പെട്ടവളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ്. രവിക്കിത് കണ്ടപ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നി. നമ്മൾ പ്രണയിക്കുമ്പോഴേ നമുക്കറിയാം നമുക്ക് ജാതി പ്രശ്നമല്ല എന്ന്. എങ്കിൽ പോലും നീ ഇത്തരം വീഡിയോസ് ഇടുന്നത് എന്തുകൊണ്ട് എന്നവൻ ചോദിച്ചു. ഇത് ചോദിച്ച് ഇരുവർക്കും ഇടയിൽ ചെറിയ ചെറിയ വഴക്കുകളുണ്ടായി. പതിയെ ഇവരുടെ പ്രണയം എന്നതിലുപരി ജാതിയാണ് വലുത് എന്ന രീതിയിൽ പോകാൻ തുടങ്ങി. ഇടയ്ക്കിടെ രാജേശ്വരി പറയും, അതെ, എനിക്ക് എൻ്റെ ജാതിയാണ് വലുത്, നമ്മൾ വിവാഹം കഴിച്ചാൽ പോലും നീ എൻ്റെ ജാതിയിലേക്ക് മാറണം എന്ന് പോലും പറയാൻ തുടങ്ങി. ഇത് രണ്ടുപേർക്കും ഇടയിൽ വലിയൊരു വെറുപ്പുളവാക്കി. സാധാരണ ഇങ്ങനെ വെറുപ്പുണ്ടാകുമ്പോൾ ആദ്യം പിന്നിലേക്ക് പോകുന്നത് സ്ത്രീ തന്നെയായിരിക്കും. ഇപ്പോൾ പ്രശ്നങ്ങളും കൂടുന്നുണ്ട്. പോരാത്തതിന് പ്രണയത്തെക്കാളും അവൾക്ക് ജാതിയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ രാജേശ്വരി പറഞ്ഞു, നോക്ക് രവി, എനിക്കിനി ഈ ബന്ധത്തിൽ തുടരാൻ സാധിക്കില്ല, നമുക്ക് വേർപിരിയുന്നതാണ് നല്ലത് എന്ന്. രവിക്കും തുടക്കത്തിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവൾക്ക് പ്രണയമോ ഞാനോ അല്ല വലുത്, അവളുടെ ജാതിയാണ് വലുത്. ഇങ്ങനെ ചോദ്യങ്ങളും വിവാദങ്ങളും വ്യക്തിപരമായ തർക്കങ്ങളും പ്രണയത്തെ 2ആയി കീറി മുറിച്ചു. അവസാനമായി ഡിസംബർ മാസത്തിൽ വലിയൊരു തർക്കം. രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചു, നമുക്കിനി വേർപിരിയാമെന്ന്. ദിവസങ്ങൾക്ക് ശേഷം രവി രാജേശ്വരിയോട് അവസാനമായി ഒന്നുകൂടെ കാണാമോ എന്ന് ചോദിച്ചു. അങ്ങനെ രാജേശ്വരി അവസാനമായി അവൻ്റെ കൂടെ ബൈക്കിൽ ഒരുമിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. ബൈക്ക് ശിവകാശിയെ നോക്കി ആ ദിശയിലേക്ക് നീങ്ങി.
വഴിയിലെ കസ്തൂരി രംഗപുരം ഗ്രാമത്തിലെ കാട് അതവർക്ക് വളരെ പരിചയമായിരുന്നു. ഇതിനു മുൻപും അവരവിടെ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് ഒരല്പസമയം ചിലവഴിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ അങ്ങനെ ചെന്നിരുന്ന് സംസാരിക്കുന്നതിനിടെ വീണ്ടും വഴക്കുകൾ അവിടെ സംഭവിച്ചു. അതും ജാതി പ്രശ്നം. നിന്റെ ജാതി, എൻ്റെ ജാതി എന്നിങ്ങനെ അവർക്കിടയിൽ വാക്കുകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇപ്പോൾ രവി പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ട, നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷെ നീ ഇനി ജീവനോടിരിക്കാൻ പാടില്ല. എന്നെ ഉപേക്ഷിക്കാനുള്ള നിന്റെ കാരണം ഈ ജാതിയാണെങ്കിൽ ഇനി നീ ജീവനോടിരിക്കേണ്ട എന്ന് രവി തീരുമാനിച്ചു. അവസാനം രണ്ടു പേർക്കും ഇടയിൽ വലിയ വഴക്കുകളും ദേഷ്യങ്ങളും ഉണ്ടായി. ഈ വെറുപ്പ് അടക്കാനാകാതെ രവി രാജേശ്വരിയുടെ ഷോള് തന്നെ എടുത്ത് അവളുടെ കഴുത്ത് തന്നെ ഞെരിച്ചു കൊന്നു. രവി അവളെ കൊല്ലുമ്പോൾ അവളോടുള്ള ദേഷ്യം കൊണ്ട് കൊന്നതാണോ, അവൾ അവനുമായി ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് കൊന്നതാണോ, അല്ലെങ്കിൽ നിന്റെ ജാതി എൻ്റെ ജാതി ഈ ജാതി എന്ന പേരിൽ കൊന്നതാണോ? ഈ സത്യം രവിക്ക് മാത്രമേ അറിയൂ. പോലീസ് കേസ് വലിയ ഞെട്ടലുണ്ടാക്കി. കാരണം ജാതി മതം ഒന്നും പ്രശ്നമല്ല, ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കും എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്, വിവാഹം കഴിച്ചവരുമുണ്ട്. അതുപോലെ തന്നെ ജാതി മാറി വിവാഹം കഴിച്ചതിന് മാതാപിതാക്കളോ ബന്ധുക്കളോ തന്നെ ഇവരെ കൊല്ലുന്ന സംഭവങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. മാതാപിതാക്കൾ ഒന്നും ചെയ്തിട്ടില്ല, പ്രണയം വീട്ടിൽ അറിഞ്ഞിട്ടില്ല. രവി രാജേശ്വരിയെ കൊന്നു. ചിന്തിച്ചു നോക്കുക, ഈ രണ്ടുപേരുടെ മനസ്സിലും ഈ ജാതി എന്നത് എത്രത്തോളം വേരുറപ്പിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. അവസാനം എന്ത് സംഭവിച്ചു? രാജേശ്വരി മരിച്ചു. രവി ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. സത്യത്തിൽ പുതിയ തലമുറയ്ക്കായി ഈ ജാതിയുടെ മാലിന്യം മകളിലോ മകനിലേക്കോ പാരമ്പര്യമായി നട്ടുപിടിപ്പിക്കരുതെന്ന് മനസ്സിലാക്കണം. ഈ ജാതിയോടും മതത്തോടുമുള്ള താല്പര്യം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ജനിച്ച് മണ്ണിലേക്ക് വരുമ്പോഴേ ഉണ്ടാകുന്നതല്ല, ചുറ്റുപാടിൽ നിന്നും അവർ പഠിച്ചെടുക്കുന്ന കാര്യമാണ്. അച്ഛനും അമ്മയും എത്രത്തോളമാണോ ജാതിയിലും മതത്തിലും വേരൂന്നി നിൽക്കുന്നത്, അതുപോലെയായിരിക്കും അത് കണ്ടു വളരുന്ന മക്കളും. അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗതമായി അവരിലേക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ഈ ഒരു പ്രവണത ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. അടുത്ത തലമുറ ഇതെല്ലാം മറക്കുകയും വ്യക്തിപരമായി സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യണം. ഈ പ്രണയം ഒരിക്കലും ജാതി മതം അഹങ്കാരത്തിൻ്റെയൊക്കെ കയ്യിൽപ്പെട്ടാൽ അത് ഒരു സ്നേഹമായി തുടരില്ല, വിനാശമായി തന്നെ മാറും. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ തോന്നുന്ന ആകർഷണത്തെ അത് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ജീവിതം തന്നെ അതിന് വില നൽകേണ്ടി വരും. സ്കൂൾ കോളേജ് പ്രായത്തിലെ ബന്ധങ്ങൾ പലപ്പോഴും പക്വതയില്ലാത്ത വികാരങ്ങളാണ്. പ്രണയത്തിന് ഒരു സമയവും ബുദ്ധിയുമൊക്കെ നൽകിയാൽ മാത്രമേ സത്യസന്ധമായി പ്രണയിക്കാൻ സാധിക്കൂ. ഈ ജാതിയും മതവും ഒന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തേക്കാൾ വലുതല്ല. നമ്മുടെ മാതാപിതാക്കളുടെ വിഷമുള്ള ചിന്തകൾ ഒരിക്കലും മക്കളിലേക്ക് പകർന്നു കൊടുക്കരുത്. അവരെ നല്ല മനുഷ്യരായി മാത്രം കാണാൻ പഠിപ്പിക്കുക. പ്രണയത്തെ ഒരിക്കലും ജാതിയും മതവും കൊണ്ട് വേർപെടുത്തുകയോ കൊല്ലുകയോ ചെയ്യരുത്. അഹങ്കാരം കൊണ്ട് നശിപ്പിക്കരുത്. സ്നേഹം എന്നത് രക്ഷിക്കുകയാണ്. മനുഷ്യ ജീവിതമാണ് ഏറ്റവും വലിയ മൂല്യം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.